ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമല്ല. ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട്. അവിടെ പോയി കുറച്ച് ചെടികൾ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക്, അതായത് അനിയൻ്റെ വൈഫിന് ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രാക്ടീസ് ആവാനും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ യാത്രയുടെ ഇടയിലുള്ള കുറേ വീഡിയോസാണിത്. കുറച്ച് ഭംഗിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വഴിയോര കാഴ്ചകളിലൂടെ നമുക്കിങ്ങനെ കടന്നു പോവാം. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് കുറ്റിപ്പുറം സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇത് കുറ്റിപ്പുറത്തിൻ്റെ കുറച്ച് ഗ്രാമീണ ഭംഗിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു KTDC ഹോട്ടലുണ്ട് കേട്ടോ, ഈ കുന്നിൻ്റെ മേലെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ നല്ല വ്യൂ ഒക്കെ കാണാം. നിറയെ വഴിയോര കച്ചവടക്കാരാണ്, പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഹോട്ടൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മല്ലൂർ ശിവക്ഷേത്രമാണ്. ഈ ശിവക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തന്മാരും ഒക്കെ വന്ന് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് പൊന്നാനി ഹൈവേ ആണ്. ഇങ്ങനെ പൊന്നാനി ടച്ച് ചെയ്ത് പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ ഈ മല്ലൂർ ശിവക്ഷേത്രത്തിൽ അതിൻ്റെ ചുവടെയുള്ള കടവ് അവിടെയാണ് വന്നിട്ട് ഭാരതപ്പുഴ അതിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വന്നിട്ട് അയ്യപ്പ ഭക്തർ കുളിച്ച് ഇവിടെ തൊഴുതിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ നിലാനദി, മനോഹരമായ നിലാനദി, ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം നില, ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ മേലെ കൂടെ. അത് MT വാസുദേവൻ നായർ ഒരു വീട് അവിടെയുണ്ട് ഈ നദിയോട് ചേർന്നിട്ട്. അത് വേറൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ MES കോളേജ്, ഇതൊക്കെ ഈ കുറ്റിപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും മണൽ. മറ്റേത് ഇവിടെയൊക്കെ മൂടിയിരിക്കും വെള്ളം വന്നിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ കുറ്റിപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പലതരത്തിലുള്ള കച്ചവട സാധനങ്ങളും പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പല പല ഐറ്റംസും ഇവിടെ കച്ചവടക്കാർ കൊണ്ടുവന്നിട്ട് കാണാം. ഇപ്പം നമ്മൾ കുറ്റിപ്പുറം വളാഞ്ചേരി റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ആ നഴ്സറിയിലേക്ക്. അപ്പോൾ അവൾക്ക് ഒരു പ്രാക്ടീസും ആവും, നമുക്ക് കുറച്ച് ചെടികളും മേടിക്കാം. അതിനായിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ ഇവിടെ ഒരു കിൻഫ്ര ഉണ്ട് കേട്ടോ, ഒരു ഗവൺമെൻറ് ഇതായിട്ടുള്ള നമ്മുടെ നഴ്സറി എത്തിയിട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് നഴ്സറി. അപ്പോൾ ഇവിടെ കുറേ നല്ല ചെടികളുണ്ട്. ഇതാണ് ആ നഴ്സറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കവാടം തന്നെ എന്തൊരു മനോഹരമാണല്ലേ. കുറേ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ കവാടത്തിൻ്റെ മുന്നിൽ കേട്ടോ. നല്ല ഭംഗിയുള്ള ആമ്പലുകൾ, കുറേ വാട്ടർ പ്ലാന്റ്സ്, എന്തൊക്കെയാണ് കുറേയൊന്നും എനിക്ക് പേരറിയില്ല. പായൽ. ഇനി ഇതാ റോസിൻ്റെ സെക്ഷനാണ്. കുറേ റോസുകൾ, നവംബർ മാസം തൊട്ട് നിറയെ റോസുകൾ അവിടെ. പിന്നെ കുറേ ഫലവൃക്ഷങ്ങളുണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റി ആയിട്ടുള്ള ഫലവൃക്ഷങ്ങളുണ്ട്, പല ചെടികളും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മാവ്, അതേപോലെ തന്നെ പ്ലാവ്, പിന്നെ കുറേ ഹെർബ്സൊക്കെ ഉണ്ട്. പിന്നെ വേറൊന്ന് ആപ്പിൾ ചെറി ഉണ്ട് പറഞ്ഞിരുന്നു ഇവിടെ. പിന്നെ അതേപോലെ പറങ്കി മാവ്, കറ്റാർ വാഴ, കണ്ടോ നല്ല ഭംഗിയുള്ള കുറേ നല്ല ഗ്രീനറിയാണ്. മുന്തിരി അതാട്ടോ, മുന്തിരി ഉണ്ട്. ഇതൊരു വൃക്ഷം ഇവിടെ ഞാൻ കണ്ടപ്പോൾ ചോദിക്കുക ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞത് കുറച്ച് പഴയതാണ്, ആലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നിറയെ വള്ളികൾ തൂങ്ങി കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായത് ആലാണെന്നുള്ളത്. പഴയ എന്തോ ഒരു പ്രത്യേകതരം ആല അത്രേ. ഇനി നമ്മൾ കുറച്ച് ചാമ്പകൾ കായ്ച്ച് കാണുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വില ചോദിച്ചപ്പോൾ പറഞ്ഞു 450 രൂപയാണ് കായ്ച്ച ചാമ്പയ്ക്കാണ്. അപ്പോൾ കണ്ടപ്പോൾ മേടിക്കാമെന്നുള്ള ഒരു ഇടമനസ്സിലാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ
കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മേടിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിയോട് ഇങ്ങനെ അതിനെ പറ്റിയിട്ട് വളപ്രയോഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേച്ചി അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമുക്ക് കുറേ പ്ലാവും നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ച് ഫലവൃക്ഷങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ തലമുറയ്ക്കും അത് ഒരു ഉപകാരമാവുമല്ലോ. അതുകൊണ്ടാണ് അതിനോട് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഞങ്ങളൊരു ചാമ്പ അങ്ങനെ മേടിച്ചു കേട്ടോ. ഒരു കാഴ്ച നിൽക്കുന്ന ഒരു ചാമ്പ തന്നെ ഞങ്ങൾ മേടിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറച്ച് ചെടികൾ കണ്ടപ്പോൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോവാണ്. കണ്ടോ, കുറേ ഇൻഡോർസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ, എന്ത് രസമല്ലേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് അതാ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ വള്ളി പോലുള്ള ചെടി ഉണ്ടല്ലോ, ഇതല്ല, അതാ ഇത് ബ്ലാക്ക്ബെറി ആണ്. അത് ഞാൻ വിചാരിച്ചു സ്ട്രോബെറി ആണെന്ന്. അപ്പോൾ ചേച്ചി പറയാണ് ബ്ലാക്ക്ബെറി ആണെന്ന്. നോക്കിയാൽ കുറേ കാറ്റക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന. പിന്നെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിറയെ ഹാങ്ങിങ് പോട്ട്സ്, ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതാ ഒരു താമരക്കുളം, നല്ല ഇഷ്ടപ്പെട്ടു എനിക്കത്. അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അമ്പലാണ് ഇപ്പോൾ അതിൽ വിരിഞ്ഞ് നിൽക്കുന്നത്, താമര ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ആമ്പൽ ഒരു കിഴങ്ങോട് കൂടി ഒന്നിന് പറിച്ച് തരാം. അത് എന്താണ് 50 രൂപ. അവിടെ ഒരു നീല ആമ്പൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 50 രൂപയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ കൊണ്ടുപോയ സെറ്റായ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നടക്കുകയാണ്, വേറെ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ചാമ്പ മേടിച്ചു. അതേപോലെ കുടംപുളി മേടിച്ചു. അതേപോലെ തന്നെ എന്താ പറയുക, കറുവപ്പട്ട മേടിച്ചു. അതേപോലെ ഒരു റംബൂട്ടാൻ മേടിച്ചു. ജാതിപത്രി മേടിച്ചു. ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ. പിന്നെ നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. വാൾ ഹാങ്ങിങ് അങ്ങനത്തെ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇൻഡോർ പ്ലാന്റ്സൊക്കെ വയ്ക്കാൻ. നല്ല ഭംഗിയാണ് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഇഷ്ടമുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ കുറേ ബാമ്പു, നമ്മൾ ഗാർഡൻ്റെ കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന പാംസ് കണ്ടോ. ഇതൊക്കെ നല്ല രസമാണ് നമ്മൾ ഗാർഡനിൽ ഉണ്ടായിട്ട് കാണാൻ. പിന്നെ അതേപോലെ വേറൊരു സെക്ഷനാണ്, ഇതും എനിക്കിഷ്ടം. ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന, നടുമുറ്റം പോലുള്ള സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രസമുള്ള, പോണ്ടിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ ചെടികളുണ്ട് ഇവിടെ കേട്ടോ. കണ്ടോ, ബാമ്പു. അതേപോലെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പാംസൊക്കെ ഉണ്ട്. അതുപോലെ ബുഷി ആയിട്ടുള്ള ചെടികൾ, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതാത് നോക്കിയൊരു ചിനാറിൻ്റെ ഇല പോലെ ഡബിൾ കളറിൽ വരുന്ന ചുവപ്പും മഞ്ഞയും ഒക്കെ ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു ചെടി ഉണ്ടല്ലോ, എന്താ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും. ബുഷിയായിട്ടുള്ള കുറേ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ വരുന്ന ചെടികൾ. പേരെനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മരത്തിൻ്റെ മേലെ നിറച്ച് മുല്ല ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പൂ നിറയെ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വീട്ടിൽ മുറ്റത്ത് കാണുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കുറേ ചെറിയ ചെറിയ ചെടികളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഉള്ള ചെടികളുണ്ട് ഇവിടെ. കണ്ടോ, ചെറിയ നന്ദ്യാർവട്ടം അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട്. ബൊഗൈൻവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികൾ കണ്ടു. അതേപോലെ
എന്താണ് ഇൻഡോർ ഐറ്റംസ് ഒക്കെ കണ്ടു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു ടാങ്ക്, ഈ ടാങ്കിൽ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നിലേക്ക് വന്ന് നോക്കിയപ്പോൾ അതിൽ നിറച്ച് പായലാണ്. അപ്പോൾ ഈ മീനൊക്കെ വളർത്തുന്ന നമ്മുടെ ഇൻഡോറിൽ വെച്ചിട്ട് ഈ പോട്ട്സിലൊക്കെ വെച്ചിട്ട് ഇതാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ളതാണത്. ഇനി ഒരു ഊഞ്ഞാൽ എനിക്കിഷ്ടമായി, എനിക്ക് ഇരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതാ പ്ലാവ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ, ജാതിപത്രി അങ്ങനെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി, അത് പിന്നെ അതിൻ്റെ ഗാർഡൻ്റെ ഇതിലുള്ളതല്ല, അതാ ചേച്ചി വെറുതെ കൊണ്ടുവന്ന് കുത്തിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നിറയെ. അതിൻ്റെ ഒരു കൊമ്പും എനിക്ക് തന്നു കേട്ടോ ചേച്ചി. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്, തിരിച്ച് പോകാൻ വേണ്ടി ഞങ്ങളെ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.